പൈവളികെ പഞ്ചായത്തിന്റെ ഭരണസ്തംഭനത്തിനെതിരെ UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. LDF ഭരിക്കുന്ന പഞ്ചായത്തിനോട് സർക്കാർ കാട്ടുന്ന അനാസ്ഥ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. This news sponsored by മംഗൽപാടി പഞ്ചായത്തിലെ ആദ്യ AC മൾട്ടി ഫംഗ്ഷൻ ഹാൾ ഫെറോ മൾട്ടി ഫംഗ്ഷൻ ഹാൾ ജനപ്രിയ നയാ ബസാർ ഉപ്പള കാസർഗോഡ്. മാസങ്ങളായി പൈവളികെ പഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടേതടക്കമുള്ള നിരവധി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. കൃഷി ഓഫീസറെ നിയമിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു വർഷത്തിലേറെയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാതായിട്ട്. ഇതുമൂലം കഴിഞ്ഞ വർഷത്തെ മെയിന്റനൻസ് ഫണ്ട് 2 കോടിയോളം രൂപയാണ് ചെലവഴിക്കാതെ നഷ്ടമായത്. ഇത്തരത്തിൽ ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ ഒന്നും നൽകാൻ തയ്യാറാകാത്ത പഞ്ചായത്തിനെതിരെ ശക്തമായ ജനരോക്ഷമാണ് ഉയർന്നുവരുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇല്ലാത്തതുമൂലം വീട് പണികളും സ്തംഭനാവസ്ഥയിലാണ്. കെട്ടിക്കിടക്കുന്ന പെർമിഷൻ ഫയലുകൾക്കായി നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും പഞ്ചായത്തിലെത്തുന്നത്. ഇത്തരത്തിലുള്ള പഞ്ചായത്തിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചാണ് UDF പൈവളികെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പൈവളികെ ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പഞ്ചായത്തിന് മുന്നിൽ വെച്ച് മഞ്ചേശ്വരം പോലീസ് മാർച്ച് തടഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാരിൽ നിന്ന് LDF ഭരിക്കുന്ന പഞ്ചായത്തിലേക്ക് വർഷങ്ങളായിട്ടും ആവശ്യമായ ഉദ്യോഗസ്ഥരെ എത്തിക്കാൻ പറ്റാത്തത് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഭരണ പാർട്ടിയുടെയും കഴിവുകേടാണെന്ന് UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും സേവനങ്ങളും ലഭ്യമാകാതെ വരുമ്പോഴും കുലുക്കമില്ലാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. UDF മഞ്ചേശ്വരം നിയോജക മണ്ഡലം ചെയർമാൻ അസീസ് മരിക്കെ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ജൂലൈ മാസം 15-ന് ഇവിടെ അലൻ എന്ന് പറയുന്ന ഒരു AE ആയിരുന്നു അവസാനമായി ഇവിടെ നിന്ന് റിലീവായി പോയത്. 15 മാസക്കാലം ഇവിടെ എഞ്ചിനീയർ ഇല്ലാതെ ഈ പഞ്ചായത്ത് സ്തംഭിച്ച് കിടക്കുന്ന സമയത്ത് പലപ്പോഴുമായി ഞങ്ങൾ UDFന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റു ഞങ്ങളൊക്കെയും ഇവിടെ AE നിയമിക്കാൻ വേണ്ടി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നിങ്ങൾക്കറിയാം, സർക്കാരിന്റെ ഓരോ സാമ്പത്തിക വർഷവും മാർച്ച് 31 എന്നുള്ളതാണ് അതിന്റെ അവസാന ഇയർ സമാപിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ടുകൾ നീക്കിവെച്ചാൽ ആ മാർച്ച് 31-ാം തീയതിക്ക് ട്രഷറിയിലേക്ക് ബില്ലെത്തിയത് മാറിയില്ല എങ്കിൽ ആ വർഷത്തെ ആ ഫണ്ട് ലാപ്സാകുന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഞ്ചായത്ത് UDF ചെയർമാൻ സെഡ്ഡെ കയ്യാർ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായ സ്വാലിഹ് ഹാജി, അസീസ് കളായി, മുഹമ്മദ് മാസ്റ്റർ ചേരാൽ, UDF ട്രഷറർ അബ്ദുള്ള ഹാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ, പഞ്ചായത്ത് അംഗം സിയാറത്തുന്നീസ, രാഘവേന്ദ്ര ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൺവീനർ വസന്തൻ മാസ്റ്റർ സ്വാഗതവും ഷാജി ജോസ്കൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.